നമ്മൾ ഈ ഒരു കോൺടാക്ടർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഡിയോൽ സ്റ്റാർട്ടർ വയറപ്പ് ചെയ്യാണ്. ഡിയോൽ സ്റ്റാർട്ടർ വയറപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡിയോൽ സ്റ്റാർട്ടറിൻ്റെ കൺട്രോൾ സർക്യൂട്ടാണ് നമ്മൾ വയറപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി അഡീഷണൽ ആയിട്ട് ഒരു പുഷ് ഓൺ സ്വിച്ച്, ഗ്രീൻ കളറിലുള്ള പുഷ് ഓൺ സ്വിച്ച്, അതുപോലെ തന്നെ റെഡ് കളറിലുള്ള ഒരു പുഷ് ഓഫ് സ്വിച്ചും നമ്മൾ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓർക്കുക, ഇതിൽ വേറെ നമ്മൾ ഓവർലോഡ് പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്തിട്ടില്ല, അത് ഓപ്ഷനിലാണ്, നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ ഓൺ ഓഫ് ആക്ഷൻ കിട്ടുന്ന ഒരു ഡിയോൽ സ്റ്റാർട്ടർ ഈ ഒരു കോൺടാക്ടറും പുഷ് ഓൺ പുഷ് ഓഫ് സ്വിച്ചുകളും ഉപയോഗിച്ച് നമ്മൾ വയറപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി കോൺടാക്ടർ നമ്മൾ ചെക്ക് ചെയ്തു, അത് പെർഫെക്റ്റ് ആണ്. ജസ്റ്റ് നമ്മളൊന്ന് പുഷ് ഓൺ സ്വിച്ചും പുഷ് ഓഫ് സ്വിച്ചും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താൻ പോവുകയാണ്. അപ്പോൾ പുഷ് ഓൺ സ്വിച്ച്, അതിൻ്റെ ബാക്കിൽ 2 ടെർമിനൽ ഉണ്ട്. ആ 2 ടെർമിനലിലേക്ക് ഞാൻ വയർ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്, നോർമലി എന്താണ്, ഓപ്പൺ ആണ്. ടെസ്റ്റ് ലാമ്പ് എന്താവുന്നില്ല, പ്രകാശിക്കുന്നില്ല. ടെസ്റ്റ് ലാമ്പ് പ്രകാശിക്കുന്നില്ല. ഇത് സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ട, പ്രസ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് ലാമ്പ് പ്രകാശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വെളിച്ചം നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്വിച്ച് പ്രസ് ചെയ്യുന്ന നമ്മൾ കൈ എടുക്കുന്ന സമയത്ത് എന്താവുന്നുണ്ട്, ടെസ്റ്റ് ലാമ്പ് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുഷ് ഓൺ സ്വിച്ചാണ്, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ തന്നെ പുഷ് ഓഫ് സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. റെഡ് കളറിലുള്ള പുഷ് ഓഫ് സ്വിച്ച്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കുമ്പോൾ 2 ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതിൽ ആദ്യത്തെ ഭാഗം ഇൻഡിക്കേറ്ററിൻ്റെ ആണ്. ഇൻഡിക്കേറ്ററിൻ്റെ 2 വയറിങ്സ് ആണ്. അതായത് പുഷ് ഓഫ് സ്വിച്ചിൽ ഒരു റെഡ് ലൈറ്റ് ഉണ്ട്, അതിൻ്റെ ടെർമിനൽസ് ആണ്. നമ്മളെ സംബന്ധിച്ചപ്പോൾ നമുക്കതിപ്പോൾ അത്യാവശ്യമില്ല. തൊട്ട് താഴെയുള്ളതാണ് എന്താണ് വരുന്നത്, അതിൻ്റെ ടെർമിനൽസ്, പുഷ് ഓഫ് സ്വിച്ചിൻ്റെ 2 ടെർമിനൽസ്. അപ്പോൾ ഞാൻ അതിലേക്ക് വയർ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ പുഷ് ഓഫ് സ്വിച്ചിൻ്റെ 2 ടെർമിനൽസിലേക്ക് വയർ കണക്ട് ചെയ്യാണ്. വയർ കണക്ട് ചെയ്ത ഉടനെ തന്നെ എന്തായി, ടെസ്റ്റ് ലാമ്പ് പ്രകാശിച്ചു. എന്താണ് മീനിങ്, കണ്ടിന്യൂറ്റി ഉണ്ട് അല്ലേ. പുഷ് ഓഫ് സ്വിച്ച് എന്താണ്, നോർമലി ക്ലോസ്ഡ് ആണ്. പുഷ് ഓഫ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് ആണ്. ടെസ്റ്റ് ലാമ്പ് പ്രകാശിക്കുന്നുണ്ട്. ഇനി ഞാനൊന്ന് പ്രസ് ചെയ്യാൻ പോവുകയാണ്. പ്രസ് ചെയ്യുന്ന സമയത്ത് എന്തായി, ടെസ്റ്റ് ലാമ്പ് ഓഫായി. നിങ്ങൾക്ക് കാണാം, ടെസ്റ്റ് ലാമ്പിൻ്റെ വെളിച്ചം പോയി, ടെസ്റ്റ് ലാമ്പ് എന്തായി, ഓഫായി. അപ്പോൾ പുഷ് ഓഫ് സ്വിച്ചും കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നോർമലി എന്താവും, കണ്ടിന്യൂറ്റി ഉണ്ട്, ടെസ്റ്റ് ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ എന്താവുന്നുണ്ട്, കണ്ടിന്യൂറ്റി പോകുന്നുണ്ട്, ടെസ്റ്റ് ലാമ്പ് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ പുഷ് ഓഫ് സ്വിച്ച് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ കൺട്രോൾ സർക്യൂട്ട് നമ്മൾ വയറപ്പ് ചെയ്യാൻ പോവുകയാണ്. കൺട്രോൾ സർക്യൂട്ട് വയറപ്പ് ചെയ്യാൻ നമ്മൾ ഈ കോൺടാക്ടറിൽ ഇവിടെ നമുക്ക് ഈ 4 പോയിൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഇൻകമ്മിങ് സൈഡായിട്ട് എടുക്കാം. ഈ 4 പോയിൻറ്റ്സ് നമുക്ക് ഔട്ട് ഗോയിങ് സൈഡായിട്ട് എടുക്കാം. എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഓൾറെഡി ഇവിടെ എഴുത്തുണ്ട് L1, L2, L3 നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതുകൊണ്ട് നമുക്കിത് ഇൻകമ്മിങ് സപ്ലൈ സൈഡ് L1, L2, L3 ഈ 3 പോയിൻറ്റ്സ്, ബാക്കിയുള്ളത് മോട്ടോറിന് വേണ്ടിയിട്ടുള്ള പോയിൻറ്റ്സ് M1, M2, M3 ആ രീതിയിൽ നമുക്ക് ഇത് മനസ്സിൽ കണ്ടിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ കൺട്രോൾ സർക്യൂട്ട് വയറപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നിങ്ങൾ പണ്ട് പഠിച്ചത് നിങ്ങൾ ഓർക്കുക. കൺട്രോൾ സർക്യൂട്ട് എങ്ങനെയാണ് നമ്മൾ വയറപ്പ് ചെയ്യുക, ഏതെങ്കിലും 2 സപ്ലൈ ലൈൻസാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് L1, L2 ടെർമിനൽസ് നമുക്ക് യൂസ് ചെയ്യാം. L1, L2 ടെർമിനൽസ് നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ. ഈ 2 പോയിൻറ്റുകൾ നമുക്ക് കൺട്രോൾ സർക്യൂട്ട് വയറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കൺട്രോൾ സർക്യൂട്ടിൻ്റെ ഒരു വയർ എവിടെ നിന്ന് ആരംഭിക്കണം, L1, അതുപോലെ രണ്ടാമത്തെ വയർ എവിടെ നിന്ന് ആരംഭിക്കണം, L2 അല്ലേ. ഇനി എന്തൊക്കെയാണായിരുന്നു കൺട്രോൾ സർക്യൂട്ടിൽ ഉണ്ടായിരുന്നത്, പുഷ് ഓൺ സ്വിച്ച്, പുഷ് ഓഫ് സ്വിച്ച്, ഇലക്ട്രോ മാഗ്നറ്റ്, ഇത്രയല്ല ബേസിക് കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ വയറപ്പ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മളൊരു വയർ എവിടുന്ന്, L1 ടെർമിനലിൽ നിന്ന് പുഷ് ഓൺ സ്വിച്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ L1 ടെർമിനൽ അവിടെ നമ്മളത് ലൂസൻ ചെയ്ത് ഒരു വയർ എടുത്ത് നമ്മൾ അത് L1 ടെർമിനലിലേക്ക് ഒരു വയർ നമ്മൾ കണക്ട്. നമ്മളിപ്പോൾ L1 ടെർമിനലിൽ നിന്ന് ഒരു വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കൺട്രോൾ സർക്യൂട്ട് ആരംഭിക്കുകയാണ്. ഇത് നമ്മൾ എവിടേക്കാണ് കൊടുക്കേണ്ടത്, പുഷ് ഓൺ സ്വിച്ചിൻ്റെ, ഗ്രീൻ കളറുള്ള പുഷ് ഓൺ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുക. ഇപ്പം നമ്മളിപ്പോൾ ആ വയർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് L1ൽ നിന്ന് പുഷ് ഓൺ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് നമ്മൾ വയർ കണക്ട് ചെയ്ത്, ഇനി പുഷ് ഓൺ സ്വിച്ചിൻ്റെ സെക്കൻഡ് ടെർമിനലിൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, പുഷ് ഓഫ് സ്വിച്ചിലേക്ക് അല്ലേ. ഞാനിതിപ്പം ബേസിക്കലി ഒന്നിങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇതിൽ ചെറിയൊരു മാറ്റം വരാനുണ്ട്, കാരണം ഓക്സിലറി കോൺടാക്റ്റ്. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് സ്റ്റെപ്പ് ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള സീരീസ് സർക്യൂട്ട് മാത്രം ചെയ്യാം. പുഷ് ഓൺ സ്വിച്ചിൻ്റെ സെക്കൻഡ് ടെർമിനലിൽ നിന്ന് പുഷ് ഓഫ് സ്വിച്ചിലേക്ക് ഒരു വയർ കണക്ട് ചെയ്യാൻ പോവുകയാണ്.
നമ്മളിപ്പോൾ ആ ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് പുഷ് ഓൺ സ്വിച്ചിൻ്റെ സെക്കൻഡ് ടെർമിനലിൽ വയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി പുഷ് ഓൺ സ്വിച്ചിൻ്റെ സെക്കൻഡ് ടെർമിനലിൽ നിന്ന് നമ്മൾ പുഷ് ഓഫ് സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും. ഇതാണ് പുഷ് ഓഫ് സ്വിച്ചിൻ്റെ ടെർമിനൽ, ഇതാണ് മറ്റേത് ഇൻഡിക്കേറ്റർ ആണെന്ന് ഓർക്കുക. അപ്പോൾ ഈ പുഷ് ഓഫ് സ്വിച്ചിൻ്റെ ഈ ഒരു ടെർമിനലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. നമ്മളിപ്പോൾ ആ ഒരു വയർ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് പുഷ് ഓൺ സ്വിച്ചിൻ്റെ സെക്കൻഡ് ടെർമിനലിൽ നിന്ന് നമ്മൾ പുഷ് ഓഫ് സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് നമ്മൾ ഒരു വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാനുള്ളത്, പുഷ് ഓഫ് സ്വിച്ചിൻ്റെ അടുത്ത ടെർമിനലിൽ നിന്ന് ഒരു വയർ എങ്ങോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്? നിങ്ങൾ ഓർത്ത് നോക്കൂ, ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് അല്ലേ. നല്ല സീരീസ് സർക്യൂട്ട് ആവുള്ളൂ. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ സീരീസിൽ വരേണ്ടത്? പുഷ് ഓൺ സ്വിച്ച്, പുഷ് ഓഫ് സ്വിച്ച്, ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പോൾ ഇപ്പോൾ പുഷ് ഓൺ സ്വിച്ചും പുഷ് ഓഫ് സ്വിച്ചും എന്തായി, സീരീസായി. ഇനി പുഷ് ഓഫ് സ്വിച്ചിൻ്റെ സെക്കൻഡ് പോയിന്റിൽ നിന്ന് ഒരു വയർ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഒരു എൻഡ് പോയിന്റിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പുഷ് ഓഫ് സ്വിച്ചിൻ്റെ സെക്കൻഡ് ടെർമിനലിൽ വയർ കണക്ട് ചെയ്ത് ഇനി ആ വയർ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ് ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ് ഇവിടെ ഉണ്ട്. അതിൽ ഒരു എൻഡ് പോയിന്റിൽ ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ആ ഒരു കണക്ഷൻ നമ്മൾ പൂർത്തീകരിച്ച് പുഷ് ഓഫ് സ്വിച്ചിൻ്റെ സെക്കൻഡ് പോയിന്റിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഒരു ടെർമിനലിലേക്ക് നമ്മളിവിടെ കണക്ട് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാനുള്ളത്, ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് ഇപ്പോൾ ഒരു ലൈൻ സപ്ലൈ വന്ന്, ഏത് ലൈൻ വന്ന്, L1 സപ്ലൈ ഇവിടെ വന്ന് ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് എത്തി. എങ്ങനെ എത്തി? പുഷ് ഓൺ സ്വിച്ച് വഴി, പുഷ് ഓഫ് സ്വിച്ച് വഴി സപ്ലൈ എവിടെ എത്തി? ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഒരു പോയിന്റിലെത്തി. ഇനി എന്ത് ചെയ്യണം, ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സെക്കൻഡ് ടെർമിനലിലേക്ക് രണ്ടാമത്തെ സപ്ലൈ ലൈൻ കൊടുക്കണം. ഏതാ രണ്ടാമത്തെ സപ്ലൈ ലൈൻ? ഒന്നെങ്കിൽ L2 അല്ലെങ്കിൽ L3. ഇപ്പോൾ നമുക്ക് L2 എടുക്കാം. സെക്കൻഡ് സപ്ലൈ ലൈൻ നമുക്ക് നേരിട്ട് ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് ഒരു വയർ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ആ ഒരു കണക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് സപ്ലൈ ലൈൻ, അതായത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത L2 ആണ്. L2ൽ നിന്ന് ഒരു വയർ കണക്ട് ചെയ്ത് ആ വയർ നമ്മൾ എവിടേക്കാണ് കൊടുത്തിരിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സെക്കൻഡ് പോയിന്റിലേക്ക് കണക്ട് ചെയ്ത്. ഇതോടുകൂടി നമ്മൾ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഒന്നും കൂടെ നമുക്ക് നോക്കാം. L1ൽ നിന്ന് L1 ടെർമിനലിൽ നിന്ന് ഒരു വയർ നേരെ ആ വയർ പോണത് എങ്ങോട്ടേക്കാണ്? പുഷ് ഓൺ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക്. പുഷ് ഓൺ സ്വിച്ചിൻ്റെ സെക്കൻഡ് ടെർമിനലിൽ നിന്ന് അടുത്തത് എന്തിലേക്ക് പോയി ആ വയർ? പുഷ് ഓഫ് സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് പോയി. പുഷ് ഓഫ് സ്വിച്ചിൻ്റെ സെക്കൻഡ് ടെർമിനലിൽ നിന്ന് ആ വയർ നേരെ വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഒരു എൻഡ് പോയിന്റിലേക്ക് വന്ന് പിന്നെ L2 സപ്ലൈ ലൈൻ നേരിട്ട് ഒരു വയർ വഴി എവിടേക്ക് വന്ന്? ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സെക്കൻഡ് എൻഡ് പോയിന്റിൽ. ഇപ്പോൾ ഇതെല്ലാം സീരീസായി. ഏതൊക്കെ സീരീസായി? ഇലക്ട്രോ മാഗ്നറ്റും പുഷ് ഓൺ സ്വിച്ചും പുഷ് ഓഫ് സ്വിച്ചും സീരീസായി. അതിലേക്കുള്ള ആ കൺട്രോൾ സർക്യൂട്ടിലേക്കുള്ള സപ്ലൈ എവിടെ നിന്ന് ലഭിച്ചു? L1 L2 ടെർമിനൽസ് നിന്ന് ലഭിക്കുകയും ചെയ്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത്? നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. എന്താണ്? ഓക്സിലറി കോൺടാക്റ്റിൻ്റെ കണക്ഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ 3 കോൺടാക്റ്റ്, ഇത് 1 2 3, ഇത് 3 മെയിൻ കോൺടാക്ട്സ് ആയിട്ടാണ് നമ്മൾ വയറപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് L1 L2 L3യും ഇത് M1 M2 M3 ആയിട്ട് എടുത്തത്. അപ്പോൾ ഇത് 4ാമത്തെ സെറ്റ് കോൺടാക്റ്റാണ് ഓക്സിലറി കോൺടാക്റ്റ്. ഓക്സിലറി കോൺടാക്റ്റ് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്? ആ ഗോൾഡൻ റൂള് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എല്ലായ്പ്പോഴും ഓക്സിലറി കോൺടാക്റ്റും പുഷ് ഓൺ സ്വിച്ചും പാരലലായിരിക്കണം. അപ്പോൾ നമ്മളത് പാരലൽ ചെയ്യണം. 2 വയർ ഉപയോഗിക്കുക. എന്ത് ചെയ്യുക? ഓക്സിലറി കോൺടാക്റ്റിനെയും പുഷ് ഓൺ സ്വിച്ചും പാരലൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ പുഷ് ഓൺ സ്വിച്ച് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി മുതൽ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പുഷ് ഓൺ സ്വിച്ചിലേക്ക് ഈ ഒരു വയർ കൊടുക്കുമ്പോൾ തന്നെ ഇവിടുന്ന് ഒരു എക്സ്ട്രാ വയറും കൂടി ഇട്ട് വയ്ക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഓക്സിലറി കോൺടാക്റ്റിലേക്ക്. അതുപോലെ തന്നെ പുഷ് ഓൺ സ്വിച്ചിൻ്റെ സെക്കൻഡ് പോയിന്റിൽ നിന്നും ഒരു വയർ നമ്മൾ പുഷ് ഓഫ് സ്വിച്ചിലേക്ക് പോകുന്ന വയറാണത്. അത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു എക്സ്ട്രാ വയർ ഇട്ട് വയ്ക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്?
ഓക്സിലറി കോൺടാക്റ്റിലേക്ക്. അപ്പോൾ പുഷ് ഓൺ സ്വിച്ചിൽ നിന്ന് 2 വയറുകൾ എടുത്തിട്ട് ഓക്സിലറി കോൺടാക്റ്റിലേക്ക് കണക്ട് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ആ 2 വയറുകൾ കൊടുത്ത് പുഷ് ഓൺ സ്വിച്ച് അതിൽ ഒരു ടെർമിനലിൽ ഒരു എക്സ്ട്രാ വയർ നമ്മൾ കണക്ട് ചെയ്ത്, അതുപോലെ തന്നെ പുഷ് ഓൺ സ്വിച്ചിൻ്റെ സെക്കൻഡ് ടെർമിനലിൽ നമ്മളൊരു എക്സ്ട്രാ വയർ കണക്ട് ചെയ്ത്, ഇവ 2 വയേഴ്സ് നമ്മളിപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പുഷ് ഓൺ സ്വിച്ചിൽ കണക്ട് ചെയ്ത്. എന്തിനു വേണ്ടിയിട്ടാണ്? പുഷ് ഓൺ സ്വിച്ചിനെയും ഓക്സിലറി കോൺടാക്റ്റിനെയും പാരൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓക്സിലറി കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഈ 2 ടെർമിനൽസാണ് ഓക്സിലറി കോൺടാക്റ്റ് ആയിട്ട് വിചാരിച്ചത്. അപ്പോൾ പുഷ് ഓൺ സ്വിച്ചിൻ്റെ ഒരു വയർ അതിൻ്റെ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. പുഷ് ഓൺ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയർ നമ്മൾ ഓക്സിലറി കോൺടാക്റ്റിൻ്റെ ഒരു പോയിന്റിലേക്ക് നമ്മൾ കൊടുത്തു. ഇനി ഓക്സിലറി കോൺടാക്റ്റിൻ്റെ സെക്കൻഡ് പോയിന്റിലേക്ക് നമ്മൾ പുഷ് ഓൺ സ്വിച്ചിൽ നിന്ന് വരുന്ന അടുത്ത വയർ നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ പുഷ് ഓൺ സ്വിച്ചും ഓക്സിലറി കോൺടാക്റ്റും പാരലലാവും. കൺട്രോൾ സർക്യൂട്ടിൻ്റെ ആ ഒരു കണക്ഷൻസ് കംപ്ലീറ്റ് ആയി. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ഒരു ചെറിയൊരു സ്റ്റാർട്ടർ, നമ്മൾ പ്രൊട്ടക്ഷൻ അധികം ഇല്ലാത്ത, ഓവർലോഡ് പ്രൊട്ടക്ടർ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ബേസിക് ആയിട്ടുള്ള ഓൺ ഓഫ് 3 ഫേസ് DOL സ്റ്റാർട്ടർ നമ്മളിപ്പോൾ കൺട്രോൾ സർക്യൂട്ട് വയറപ്പ് ചെയ്ത് അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ലാമ്പിലെ സപ്ലൈ ഇവിടെ ഉണ്ട്. ആ ടെസ്റ്റ് ലാമ്പ് കൂടിയുള്ള സപ്ലൈ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ 60 വാട്ടിൻ്റെ ലാമ്പ് ഇട്ടതുകൊണ്ട് നമ്മൾ കോൺടാക്ട് റെസിസ്റ്റൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ടെസ്റ്റ് ലാമ്പിൽ വോൾട്ടേജ് ഒന്നും തന്നെ ഡ്രോപ്പ് ആവില്ല. നേരിട്ട് 240 വോൾട്ട് നമ്മൾ കോൺടാക്ടറിലേക്ക് ലഭിക്കും. അപ്പോൾ അത് ഞാൻ L1 L2 പോയിൻറ്റ്സിലേക്ക് കണക്ട് ചെയ്യണം. L1 L2 പോയിൻറ്റ്സിൽ ഇപ്പോൾ ഞാൻ 240 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൺട്രോൾ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ പുഷ് ഓൺ സ്വിച്ച് പ്രസ് ചെയ്ത്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് പുഷ് ഓൺ സ്വിച്ച് പ്രസ് ചെയ്തപ്പോൾ അവിടെ കോൺടാക്ടർ എനർജൈസായി ആ കോൺടാക്റ്റ് താഴോട്ട് പോയി. ഇനി പുഷ് ഓഫ് സ്വിച്ച് പ്രസ് ചെയ്യാണ് നോക്കുക, അത് ഇലക്ട്രോ മാഗ്നറ്റ് ഡിമാഗ്നറ്റൈസായി ഈ കോൺടാക്റ്റ് മുകളിലോട്ട് വന്നു. ഒന്നും കൂടെ ചെയ്ത് കാണിക്കുക, ശ്രദ്ധിക്കുക നിങ്ങൾ. കോൺടാക്ടറിൽ എന്താ സംഭവിക്കുന്നത്? പുഷ് ഓൺ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ അത് താഴ്ന്നു, കോൺടാക്റ്റ് മേക്കായി. അതുപോലെ പുഷ് ഓഫ് സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് നോക്കുക എന്തായി, കോൺടാക്ടർ റിലീസായി. ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് കോൺടാക്ടർ ബ്രേക്കിലേക്ക് വന്നു. ഇത് വ്യക്തമാണ്, നമ്മൾ ചെയ്തത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.